നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ CPM-ന് കാര്യമായി ഒന്നും നേടാനായിട്ടില്ലെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് പാർട്ടി. തുടർഭരണം പോലും സ്വന്തമാക്കിയ കേരളത്തിൽ അമ്പയെ തകർന്നിട്ടും വോട്ട് കുറഞ്ഞില്ലെന്നും അടിത്തറ ഇപ്പോഴും ഭദ്രമാണെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നിലപാട്. ചിഹ്നം പോലും നഷ്ടമാകുമെന്ന് ഭയന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട CPM-ന് 4 സീറ്റ് ലഭിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രസ്താവന എന്നതാണ് വാസ്തവം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ മാസങ്ങൾക്ക് മുൻപേ വൻ പ്രചാരണങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ നടത്തിവന്നത്. എന്നാൽ ഇവയൊന്നും കേരളത്തിൽ ഏശിയില്ല. മറിച്ച് ഭരണവിരുദ്ധ വികാരം അലയടിച്ചു. ജനാധിപത്യത്തിൻ്റെ വിലയറിയാൻ ലഭിച്ച അവസരമായിരുന്നു CPM-ന് ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ തന്നെ മറുപടി നൽകുമെന്ന തെരഞ്ഞെടുപ്പ് ഫലം. മതനിരപേക്ഷതയുടെ പുറംചട്ടയിൽ ഇരുചെവി അറിയാതെ വർഗീയ ധ്രുവീകരണം നടത്തുകയും അതിൻ്റെ പേരിൽ വോട്ട് നേടുകയും ചെയ്യുന്നത് ഏറെക്കാലം തുടരാനാകില്ല എന്നുകൂടി CPM-നെ ഈ ഫലം ഓർമ്മിപ്പിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഇത്തരം നീക്കങ്ങൾ വ്യക്തമായി പതിഞ്ഞു. സാധാരണക്കാരൻ വോട്ടിലൂടെ മറുപടി നൽകി. CPM-നെ ഇത്ര കനത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടത് നിരവധി ഘടകങ്ങളാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് കോറിയിട്ട യുവതീ പ്രവേശനത്തിന് ശേഷം വീണ്ടും വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു ശബരിമല മണ്ഡലകാലം CPM-ന് വലിയ തിരിച്ചടിയായി. ചരിത്രത്തിലാദ്യമായി ഭക്തർ മല ചവിട്ടാതെ പാതി വഴിയിൽ നിന്നും പന്തളത്തും പമ്പയിലുമെത്തി മാലയൂരി കണ്ണീരോടെ മടങ്ങിയ കാഴ്ചയും കണ്ടു. ശബരിമലയിൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കാനോ തിരക്ക് നിയന്ത്രിക്കാനോ സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും കഴിഞ്ഞില്ല. ഹൈക്കോടതി പോലും ഇടപെട്ടെങ്കിലും മണ്ഡലകാലം അവസാനിക്കും വരെ ഭക്തരുടെ ദുരിതത്തിന് ഒരു അറുതിയുമില്ലായിരുന്നു. മണിക്കൂറുകളോളം അയ്യപ്പ ഭക്തർ വെള്ളം പോലും കിട്ടാതെ കാത്തു നിൽക്കുമ്പോൾ 1 കോടിയുടെ ബസ്സിൽ മുഖ്യമന്ത്രിയും കൂട്ടരും നവകേരള സദസ്സുമായി നാട് ചുറ്റുകയായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കാത്ത സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത് എന്നതിന് അടിമാലിക്കാരി മറിയക്കുട്ടിയാണ് മികച്ച ഉദാഹരണം. വയോധികർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനിൽ വരെ കണ്ണടച്ച സർക്കാർ. അടിമാലിയിൽ മറിയക്കുട്ടി എന്ന 88 വയസ്സുള്ള അമ്മച്ചി പിച്ചച്ചട്ടിയുമായി തെരുവിൽ ഇറങ്ങിയതോടെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൂടി അടയാളപ്പെടുത്തുകയായിരുന്നു. ഒടുവിൽ ചട്ടയും മുണ്ടുമുടുത്ത മറിയക്കുട്ടി ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ ശബ്ദമായി മാറി. സംഭവത്തെ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കാനും അവർക്ക് സാധിച്ചു. പ്രതിമാസം 1600 രൂപ പോലും ഈ പാവങ്ങൾക്ക് കൊടുക്കാനില്ലേ എന്ന് കോടതി ചോദിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായമായിരുന്നു സർക്കാർ നിരത്തിയത്. നവകേരള സദസ്സ് മറ്റൊരു വിഷയം. സർക്കാർ ചെലവിൽ നടത്തിയ രാഷ്ട്രീയ പ്രചരണമായി ഇതിനെ പലരും കണ്ടു. കോടികൾ ചെലവിട്ട് ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക ബസ് എത്തിച്ചതും ചർച്ചയ്ക്ക് വഴിയായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മണ്ഡലത്തിലേക്കും ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിക്കുമെന്നായിരുന്നു അവകാശവാദം. പക്ഷേ പൗരപ്രമുഖരെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ ക്ഷണിച്ച് സർക്കാർ ചെലവിൽ ഭക്ഷണം കഴിച്ച് അതുവെച്ച് പബ്ലിക് റിലേഷൻസ് വർക്ക് നടത്തുന്ന ഏർപ്പാടായിരുന്നു ഇത് എന്ന ആരോപണവും ഉണ്ടായി. പ്രശ്നപരിഹാരത്തിന് എത്തിയവരെ രസീത് നൽകി പറഞ്ഞയച്ചു. നടപടി ഇന്നും ഫയലുകളിൽ. പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കരിങ്കൊടിയുമായി വഴിയിൽ നിന്നവരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നന്നായി കൈകാര്യം ചെയ്തു. പിന്നാലെ ജീവൻരക്ഷാ പ്രവർത്തനം എന്ന ലേബലും മുഖ്യമന്ത്രി നൽകി. ഇതും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. യുവാക്കളാണ് ശക്തിയെന്ന് പ്രസംഗിക്കുമെങ്കിലും എല്ലാം വെറും വാഗ്ദാനങ്ങളാണെന്നും ജനം തിരിച്ചറിഞ്ഞു എന്നും വിലയിരുത്തപ്പെടുന്നു. 60ഓളം ദിവസം സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നു. മണ്ണും പുല്ലും തിന്നു, പൊരുവേലത്ത് കിടന്നു. അങ്ങനെ പലതും ചെയ്തെങ്കിലും മുഖ്യമന്ത്രി മൗനം പാലിച്ചു. വകുപ്പ് മന്ത്രിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. DYFI പോലുള്ള സംഘടനകളും യുവാക്കൾക്കായി ശബ്ദിച്ചില്ല. സമരത്തിൻ്റെ അവസാന ദിവസം ഉദ്യോഗാർത്ഥികൾ സർക്കാരിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അവരുടെയും കൂടി വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ഒരു വിധത്തിൽ പറയാം. അടിസ്ഥാന സൗകര്യ വികസനത്തിലും പിണറായി സർക്കാർ അമ്പയെ പരാജയമായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഒരു ചാറ്റൽ മഴ പെയ്താലും റോഡിൽ വെള്ളക്കെട്ട്. തലസ്ഥാനവും കൊച്ചിയും തൃശ്ശൂരുമൊക്കെ ഒരേ സമയം ഈ പ്രതിസന്ധി നേരിടുന്നു. മണിക്കൂറുകൾ മഴ പെയ്താൽ വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവതാളത്തിലായ വർഷം കൂടിയാണ് 2024. റോഡിലെ കുഴികളെക്കുറിച്ചും ഓടകളെക്കുറിച്ചും മഴ എത്തിയ ശേഷം ചിന്തിക്കുന്ന സ്ഥിതി. KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി പുതുമയല്ലെങ്കിലും ഇത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട വർഷങ്ങൾ മുൻപില്ല. 1 മാസം പോലും കൃത്യമായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാരുടെ വേദന. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന വാഹനമാണ് KSRTC. അതുകൊണ്ട് തന്നെ അതിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് അവർക്ക് സ്വന്തം പ്രശ്നം പോലെയാണ്. കൃത്യമായി ശമ്പളവും പെൻഷനും ജീവനക്കാർക്ക് നൽകാനും സർക്കാരിന് സാധിക്കുന്നില്ല. ധൂർത്തടിച്ച് വരുത്തിവെച്ച കടബാധ്യത കേന്ദ്രത്തിൻ്റെ തലയിലിട്ട് ക്യാപ്സൂൾ നൽകി നെടുവീർപ്പിടാമെന്ന സർക്കാരിൻ്റെ തന്ത്രമാണ് പാളിയത് എന്നും വിലയിരുത്തപ്പെടുന്നു. സാധാരണ ജനങ്ങളിൽ വരെ ഭരണവിരുദ്ധത അലയടിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. കുടിശ്ശിക തരുന്നില്ലെന്ന് പറഞ്ഞ് കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്നതായിരുന്നു പിണറായി സർക്കാരിൻ്റെ ശീലം. തോമസ് ഐസക് മുതൽ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇതിനായി മത്സരിച്ചു. പക്ഷേ ഒടുവിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തെത്തി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതോടെ സർക്കാരിന് തിരിച്ചടിയായി. പൊതു ആവശ്യങ്ങൾക്ക് പണമില്ല എന്ന് പറയുമ്പോഴും ധൂർത്തിന് ഒരു കുറവും ഇപ്പോഴും ഇല്ല.
സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ക്ഷാമബത്തകൾ മുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയമായിരുന്നു. പ്രതിസന്ധി എന്നതിലപ്പുറം സർക്കാർ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നത് സർക്കാരിൻ്റെ പ്രധാന വിഷയമല്ല എന്ന സമീപനമാണ് ജനങ്ങളുടെ പ്രതിഷേധം ഇരട്ടിയാക്കിയത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു.